മമ്മൂക്കയെ കുറിച്ചിട്ട് ഏറെ കാലമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഇന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു അഭിമുഖത്തിലെ ഒരു അല്പഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് അവതരിപ്പിക്കാന്ന് വിചാരിച്ചു. മമ്മൂട്ടിയെ കുറിച്ചിട്ടാണ്. ഒരു പക്ഷേ ഇത് വായിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആരും എത്തില്ല. ഒരുപക്ഷെ ഇതിൽ പറഞ്ഞ അതേ അഭിപ്രായമാണ് ഇപ്പോഴും മമ്മൂട്ടിക്കുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പിടുത്തമില്ല. ഒരു കവർ സ്റ്റോറിയാണ്, ഒരു അഭിമുഖമാണ്. ഇതാരാ ചെയ്ത് ഏതിലാ വന്നത് എന്നൊന്നും എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ഇതിന്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്: കോമാളി വേഷങ്ങൾ എനിക്ക് വയ്യ എന്നാണ്. നമുക്കറിയാം മമ്മൂട്ടി അങ്ങനെ ഒരു കോമാളി വേഷങ്ങൾ ചെയ്യുക എന്നുള്ള പറഞ്ഞ പരിപാടി വളരെ കുറവായിരുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ, സീരിയസ് ആയിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളാണ് മമ്മൂട്ടി കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതില് കൊടൈക്കനാലിൽ ഒരു പ്രഭാതം തുളച്ചു കയറുന്ന തണുപ്പ്, ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്, ഒന്ന് കേട്ടു നോക്കണേ. കൊടൈക്കനാലിൽ ഒരു പ്രഭാതം, തുളച്ചു കയറുന്ന തണുപ്പ്. പക്ഷേ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് അതൊരു പ്രശ്നമല്ല. ഭരത് ഗോപി നിർമ്മിക്കുന്ന പാഥേയത്തിന്റെ സെറ്റിൽ കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എത്തുന്നു. അഭിനേതാക്കളോടും മറ്റുള്ളവരോടും ഒരു സൂപ്പർ താരത്തിന്റെ ഭാവമില്ലാതെ തമാശ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും ഇടപഴകുന്നു. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാധനനായ ഈ നടൻ മറ്റൊരാളാകുന്നു. രാത്രി വരെ നീണ്ടുനിന്ന ഷൂട്ടിങ്ങിന് ശേഷം പഞ്ചനക്ഷത്ര ഹോട്ടലിലെ മുറിയിൽ വെച്ച് കാണുമ്പോഴും മമ്മൂട്ടി ഉന്മേഷവാൻ. അഭിമുഖങ്ങളിൽ പൊതുവെ വാചാലനാകാത്ത മമ്മൂട്ടി തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ടർ എസ് സുന്ദർദാസുമായി ദീർഘനേരം സംസാരിച്ചു. പ്രസക്ത ഭാഗങ്ങൾ, ചോദ്യങ്ങളാണ്. ഇതേ അഭിപ്രായങ്ങൾ തന്നെയാണ് ഇപ്പോഴും മമ്മൂട്ടിക്ക് ഉള്ളത് എന്നൊന്ന് അറിയാനുള്ള ഒരു താല്പര്യത്തെ പുറത്ത്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇത് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. ധർത്തിപുത്ത് താങ്കളുടെ അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകാമോ? ധർത്തിപുത്രന്റെ വിജയമോ പരാജയമോ എൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഹിന്ദിയിൽ സ്ഥിരമായി പിടിച്ചു നിൽക്കാനുള്ള ശ്രമം എന്ന നിലയിലല്ല ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ദക്ഷിണേന്ത്യൻ നടന്മാർക്ക് ഹിന്ദിയിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് എന്നതിനെ പറ്റി അത് ശരിയല്ല. കമലിന്റെയും രചനയുടെയും കാര്യത്തിൽ അവർ തമിഴ് സിനിമയെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നതാണ് സത്യം. മാത്രമല്ല, രജനി ഇപ്പോഴും ഹിന്ദിയിൽ അഭിനയിക്കുന്നു. തെലുങ്ക് നടന്മാരായ ചിരഞ്ജീവിയുടെയും വെങ്കിടേഷിന്റെ ഹിന്ദി ചിത്രങ്ങൾ വൻ വിജയം നേടുകയുണ്ടല്ലോ. അന്ന് തന്നെ ഇദ്ദേഹം നന്നായിട്ടെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. മലയാളത്തിലേതുപോലെ ഒരു സൂപ്പർ താര പദവി മറ്റു ഭാഷകൾ നേടാമെന്ന് കരുതുന്നുണ്ടോ? ഇത്തരം വിശേഷണങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല. ഒരു താരം എന്നതിനേക്കാൾ ഞാനൊരു അഭിനേതാവാണ്. അഭിനേതാവ് എന്ന നിലയിൽ ഏത് വെല്ലുവിളിയും നേരിടാൻ ഒരുക്കം. അത് അന്ന് ഇന്നും മമ്മൂട്ടിക്ക് ഇതേ ഒരു അഭിപ്രായം തന്നെയാണ് കേട്ടോ. ഒരു വലിയ താരത്തിനേക്കാൾ അപ്പുറം ഒരു നല്ല നടനായിട്ട് അറിയാനാണ് ആഗ്രഹം എന്നൊക്കെ മമ്മൂക്ക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആദ്യ ചിത്രങ്ങളിൽ ക്ഷുഭിതനായ ഒരു യുവാവിന്റെ പ്രതിച്ഛായായിരുന്നു താങ്കൾക്ക്. പിന്നീടുണ്ടായ മാറ്റം, ആദ്യ ചിത്രങ്ങളിൽ അങ്ങനെ ഒരു ഇമേജും ഉണ്ടായി. പിന്നീട് എൻ്റെ സംവിധായകർ എനിക്ക് വ്യത്യസ്തങ്ങളായ റോളുകൾ നൽകി. ഒരു അഭിനേതാവ് നിലയിലുള്ള പരിണാമത്തിന് ആ അവസരങ്ങൾ സഹായകരമായി. തുടക്കത്തിൽ സംഭാഷണ രീതിയിൽ മറ്റും സുകുമാരന്റെ സ്വാധീനം ഉണ്ടായിരുന്നല്ലോ. അത്ര സ്വാധീനമൊന്നും ഉണ്ടായിട്ടില്ല. കച്ചവട സിനിമയിലും ആർട്ട് സിനിമയിലും വ്യത്യസ്തമായ അഭിനയശൈലിയാണോ? അഭിനയത്തിൽ കൊമേഴ്ഷ്യൽ ആർട്ട് എന്ന തരംതിരിയൊന്നുമില്ല. ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കാനും പൂർണ്ണ ശ്രദ്ധ വേണം. അടൂരിന്റെ പടത്തിലായാലും ജോഷിയുടെ പടത്തിലായാലും ഒരേ ഇൻവോൾവ്മെന്റ് തന്നെ. കോമഡി റോളുകൾ താങ്കൾക്ക് ഇണങ്ങുകയില്ലെന്നൊരു വിമർശനമുണ്ടല്ലോ. സാധാരണഗതിയിൽ കോമഡി എനിക്ക് പറ്റിയതല്ല. എൻ്റെ രൂപവും ശബ്ദവും അതിന് യോജിച്ചതല്ല. മാത്രമല്ല, തുടർച്ചയായി സീരിയസ് റോൾ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് കോമഡി ചെയ്താൽ ജനം ഇഷ്ടപ്പെട്ടില്ലെന്നും വരാം. എങ്കിലും കോമഡി ടച്ചുള്ള കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫാസിലിന്റെ പുതിയ തമിഴ് ചിത്രമായ കിളിപ്പേച്ച് കേൾക്കവായിൽ അത്തരമൊരു റോളാണ് എൻ്റേത്. അല്ലാതെ കോമാളി വേഷങ്ങൾ കെട്ടിയുള്ള കോമഡിയിൽ എനിക്ക് താല്പര്യമില്ല. അതും അന്ന് ഇന്നും ഒന്ന് തന്നെ കേട്ടോ. എന്താണ് താങ്കൾ അഭിനയിച്ചതിൽ ഏറ്റവും മികച്ച റോൾ? ഞാനാണോ വിധി കൽപ്പിക്കേണ്ടത്? ഏതാണ് മികച്ച റോൾ എന്നൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. പൊളി. താങ്കളുടെ ഡബ് ചെയ്ത ചിത്രങ്ങൾക്കാണല്ലോ തമിഴിലും തെലുങ്കിലും കൂടുതൽ മാർക്ക്. അത് ശരിയല്ല. തമിഴിലും തെലുങ്കിലും എൻ്റെ ഒറിജിനൽ ഡബ് ചിത്രങ്ങൾ കുറവായതിനാലാണ് ഡബ് ചിത്രങ്ങൾക്ക് വലിയ ഡിമാൻഡ്. താങ്കളുടെ പേരിൽ ഫാൻ ക്ലബുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. കേരളത്തിൽ ഇതൊരു പുതിയ പ്രവണതയല്ലേ? അത് ശരിയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഫാൻ ക്ലബുകളൊക്കെ ഉണ്ടാക്കുന്നത്. ചിലർ ചേർന്ന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവാം.
അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ഒന്ന് പറയാം, തമിഴിലെ രസിക മன்றങ്ങൾ പോലുള്ള ആരാധന സംഘടനകളൊന്നും എൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോഴെന്താണ് അഭിപ്രായം എന്ന് അറിയില്ല കേട്ടോ. താങ്കൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ, പുസ്തകങ്ങൾ, പക്ഷെ ഇപ്പോൾ വായിക്കാൻ ഏറെ ഒന്നും സമയം കിട്ടുന്നില്ല. ഫോട്ടോഗ്രാഫിയും ഡ്രൈവിംഗ് എൻ്റെ ഹോബികളാണ്. പിന്നെ ജോലി തിരക്കിനിടയിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഭാര്യയോടും കുട്ടിയോടൊപ്പം കഴിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇന്നത്തെ മലയാള സിനിമയെക്കുറിച്ച് എന്തു തോന്നുന്നു? മലയാള സിനിമ ഏറെ വളർന്നിട്ടുണ്ട്. സിനിമയുടെ പേരിലാണ് മലയാള സിനിമ ഭാഷയെക്കുറിച്ചുള്ള പല രാജ്യങ്ങളിലും അറിയപ്പെടുന്നത്. മലയാളത്തിലെ സാധാരണ കൊമേഴ്സ്യൽ ചിത്രങ്ങൾ പോലും ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. നല്ല സംവിധായകരും അഭിനേതാക്കളും നമുക്കുണ്ട്, അതുപോലെ മികച്ച സാങ്കേതിക പ്രവർത്തകരും. താങ്കളുടെ ഭാവി പരിപാടികൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചാണ് കേട്ടോ. കൂടുതൽ ചൂസി ആകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ വർഷത്തിൽ 7-8 പടങ്ങളിലാണ് അഭിനയിക്കുന്നത്. അതുതന്നെ കുറയ്ക്കാനാണ് ആലോചന. സിനിമയിൽ അഭിനയമൊഴിച്ചുള്ള രംഗങ്ങളിൽ പ്രവേശിക്കാൻ ഇപ്പോൾ കഴിയുകയില്ല. സംവിധാനം ചെയ്യാൻ അന്ന് ഇന്നും താല്പര്യമില്ല. ചിത്ര നിർമ്മാണത്തിൽ താല്പര്യമില്ല. അത് ഇപ്പോൾ മാറി കേട്ടോ. ഇപ്പോൾ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി അദ്ദേഹം ഉണ്ടാക്കി. ബിസിനസ് എനിക്ക് പറ്റിയതല്ല. നന്നായിട്ട് പറ്റുന്നതാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ എത്ര നല്ല സിനിമ ഇറക്കിയുള്ളത്. ഒരു പക്ഷേ കുറേ വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ഞാൻ ചിത്രങ്ങൾ സംവിധാനം ചെയ്തേക്കാം. അത് മാത്രം നടന്നിട്ടില്ല. ബൈ.